തൃശ്ശൂർ ലൂർദ് മാതാവിന് തൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയും കുടുംബവും ശിരസിലണിയിച്ച സ്വർണ്ണക്കിരീടം നിമിഷങ്ങൾക്കുള്ളിൽ തിരുസന്നിധിയിൽ വീണുടയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതേ പിൻപറ്റി തൃശ്ശൂർ കോൺഗ്രസ് MP TN പ്രതാപൻ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. മണിപ്പൂരിലെ പാപക്കറ സ്വർണ്ണക്കിരീടം കൊണ്ട് കഴുകിക്കളയാൻ കഴിയില്ല. പ്രതാപന്റെ വാചകങ്ങളാണ്. മണിപ്പൂരിലെ പാപക്കറ സ്വർണ്ണക്കിരീടം കൊണ്ട് കഴുകിക്കളയാൻ കഴിയില്ല. മാതാവിന്റെ രൂപം തകർത്ത മണിപ്പൂരിലെ ഓർമ്മ തേങ്ങലായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നരേന്ദ്രമോദി അവിടേക്ക് പോയില്ല. ഒരു ദിവസം പോലും തിരിഞ്ഞ് നോക്കിയില്ല. ക്രിസ്മസ് വിരുന്നിന് മണിപ്പൂരിലെ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് കുർബാന നടത്താൻ ക്രിസ്മസ് വേളയിൽ പള്ളികൾ ഉണ്ടായില്ല. 200-ലധികം പള്ളികളാണ് തകർത്ത് കളഞ്ഞത്. ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച തനിക്കെതിരെ നടപടി എടുക്കുകയാണ് ഉണ്ടായത് കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ ലോക്സഭയിലെ നടപടിക്രമങ്ങൾ. ഇത്രയുമാണ് അദ്ദേഹം TN പ്രതാപൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൂട്ടിച്ചേർത്ത് പറയാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് അന്നാളുകളിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, മീഡിയയുടെ ഭാഗത്തുനിന്നൊരു ചോദ്യം വന്നപ്പോൾ സുരേഷ് ഗോപി പ്രതികരിച്ചത്, മണിപ്പൂരിൽ അവിടെ കാര്യം നോക്കാൻ വേറെ ആണുങ്ങൾ അവിടെയുണ്ട്, നമ്മളാരും അങ്ങോട്ട് നോക്കണ്ട. അപ്പൊ ഇത്തരം ധാർഷ്ട്യം കലർന്ന സംഭാഷണങ്ങളും മണിപ്പൂരിനെ കുറിച്ച് വന്ന അവസ്ഥയുണ്ട്. പിന്നെ കലാപം നടന്നിട്ട് 3 മാസമായിട്ടും 90 ദിവസമായിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതും കഴിഞ്ഞ ക്രിസ്മസിന് പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് ഡൽഹിയിൽ നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത ബിഷപ്പുമാരും മറ്റ് മത നേതാക്കന്മാരും ക്രിസ്ത്യൻ മത നേതാക്കന്മാരും വിരുന്നിൽ പങ്കെടുത്തിട്ട് മണിപ്പൂർ വിഷയം ഉന്നയിക്കാൻ പോലും ശ്രമിച്ചില്ല. അതും നമ്മുടെ മുന്നിൽ വിവാദമായിട്ട് വന്നു. ഇതെല്ലാം കഴിഞ്ഞ് അതേപ്പറ്റി കേരളത്തിലെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒരു പരാമർശം നടത്തിയത് കേരളത്തിലെ കാതലിക് ബിഷപ്പ് കൗൺസില് വല്ലാതെ ഏറ്റെടുത്തു. LDF സർക്കാരുമായിട്ട് ഇനി സഹകരിക്കില്ല മന്ത്രി ഈ പറയുന്ന പരാമർശം തിരുത്തിയില്ലെങ്കിൽ. മന്ത്രി ഒരു വികാരം പങ്കുവച്ചു. അതായത് വിരുന്നിൽ പങ്കെടുത്തിട്ട് കേക്കും വൈനും കഴിച്ചപ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടായി, മണിപ്പൂർ ഉന്നയിക്കാൻ വിട്ടുപോയി, ഉന്നയിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് സജി ചെറിയാൻ ചോദിച്ചത്. അതിൽ നിങ്ങൾ പോയി അതൊക്കെ ആസ്വദിച്ച് വന്നു എന്നുള്ള ആ ഒരു പ്രയോഗമാണ് ബിഷപ്പുമാർക്ക് ഇഷ്ടപ്പെടാതെ പോയത്. ഏത് വൈനും കേക്കും, ക്രിസ്മസ് കേക്കും, പിന്നെ രോമാഞ്ചം എന്ന വാക്ക് പ്രയോഗം. അപ്പൊ അങ്ങനെ അവർക്ക് വിഷമം തോന്നിയെങ്കിൽ ഞാൻ ആ വാക്കുകൾ പിൻവലിക്കുന്നു എന്ന് സജി ചെറിയാൻ പറഞ്ഞ ആ പ്രശ്നം അവിടെ അങ്ങനെ പരിഹരിച്ചു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ന്യൂ ഇയർ ക്രിസ്മസ് വിരുന്നിൽ ഈ ബിഷപ്പുമാർ ക്ലിമ്മീസ് കാതലിക് ബാവ ഉൾപ്പെടെ പ്രസിഡന്റ് കാതലിക് ബിഷപ്പ് കൗൺസിലിന്റെ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ആ വിഷയം അവിടെ പരിഹരിക്കപ്പെട്ടു. വിഷയങ്ങൾ പരിഹരിക്കുക എന്നതാണ് പ്രധാനം. അതിന് പകരം വിഷയങ്ങളെ വീണ്ടും പർവ്വതീകരിക്കുന്ന വാക്കുകൾ ഒരു വ്യക്തിയിൽ നിന്നും, ഒരു വ്യക്തി അദ്ദേഹം സെലിബ്രിറ്റി ആവാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയാവാം, നേതാവാകാം. അപ്പോൾ പാലിക്കേണ്ടുന്ന സംയമനം പലയിടത്തും പാലിക്കപ്പെട്ടിട്ടോ എന്നുള്ള വിഷയം ഇവിടെ പ്രസക്തമാണ്. അപ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് തൃശ്ശൂർ ഗുരുവായൂരിൽ മകളുടെ കല്യാണം നടക്കുമ്പോൾ അത് ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസപ്രകാരം നടക്കുന്ന ഒരു കല്യാണമാണല്ലോ. അപ്പൊ ഞാൻ ഇലക്ഷനിൽ മത്സരിക്കാൻ പോവല്ലേ, അപ്പോൾ ക്രിസ്ത്യാനികളെയും തൃശ്ശൂരിലെ കത്തോലിക്കരെയും, അവിടെ കത്തോലിക്കരാണ് പ്രധാന ക്രിസ്തീയ ഡിനോമിനേഷൻ എന്ന് പറയുന്നത്, അവരെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തണ്ടേ. മണിപ്പൂരും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ
അതുകൊണ്ട് ലൂർദ് മാതാവിന് ഒരു സ്വർണ്ണ കിരീടം ചാർത്താൻ നേർച്ച നേർന്നു എന്നാണ് സുരേഷ് ഗോപിയും കുടുംബവും അറിയിച്ചത്. അതുപ്രകാരം അവരുടെ പള്ളിക്കാരുടെ അനുവാദത്തോടെ, ചർച്ചിന്റെ അനുവാദത്തോടെ ആണ് ഈ പ്രോഗ്രാം അവിടെ നടന്നത്. അപ്പോൾ വേറെങ്ങും തിരുവനന്തപുരത്തോ അല്ല അദ്ദേഹം ജനിച്ചു വളർന്ന കൊല്ലത്തോ താമസം സ്ഥിരമാക്കിയ തിരുവനന്തപുരത്തോ ദേവാലയങ്ങൾ, ക്രിസ്തീയ ദേവാലയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടും, ചരിത്രം ഉറങ്ങുന്ന ദേവാലയങ്ങൾ ഉണ്ടായിട്ടും അവിടെയൊന്നും ഇന്ന് വരെ ഒരു നേർച്ച, സ്വർണ്ണ കിരീടമോ വേറെ എന്തെങ്കിലും ഒരു നേർച്ച സുരേഷ് ഗോപിയോ കുടുംബമോ നടത്തിയതായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ തൃശ്ശൂർ ഇത് നടത്തിയതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് TN പ്രതാപൻ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. അവിടെയാണ് സുരേഷ് ഗോപിക്ക് ഇക്കാര്യത്തിൽ പറ്റിയ പാളിച്ച എന്ന് ഇപ്പോഴദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാവാം. തൃശ്ശൂരിന്റെ മനസ്സിൽ മുറിവുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള തിരിച്ചടിയും തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടും എന്നതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. എന്ന് പറഞ്ഞാൽ ഒരു നേർരേഖ പറച്ചിൽ വിലയിരുത്തൽ അത് തന്നെയാണ്. നമുക്കത് കാത്തിരുന്ന് കാണാം.